നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ലോകകപ്പിൽ ഈജിപ്ത് നോക്കൗട്ടിലെത്തി. ഇറാനെതിരായ മത്സരം സമനിലയിൽ അവസാനിച്ചു. ഈജിപ്ത് മുഹമ്മദ് മുഹമ്മദ് സലാ ക്യാപ്റ്റനായ ഈജിപ്ത് നോക്കൗട്ടിലെത്തി. ഇറാനെ 1-1 എന്ന സമനിലയിൽ തളച്ചു. കളിയുടെ ആദ്യ പകുതിയുടെ ആദ്യ മിനിറ്റുകളിൽ തന്നെയാണ് രണ്ട് ഗോളുകളും, അതായത് രണ്ട് ടീമുകളും ഗോളടിച്ചത്. 5-ാമത്തെ മിനിറ്റിൽ സബേർ ഈജിപ്തിന് വേണ്ടി ഗോളടിച്ച് ഈജിപ്തിനെ മുന്നിലെത്തിച്ചു. 9 മിനിറ്റിന് ശേഷം 14-ാമത്തെ മിനിറ്റിൽ റസയാൻ ഗോളടിച്ച് ഇറാനെ ഒപ്പമെത്തിച്ചു. അതാണ് ഉണ്ടായത്. പിന്നീട് അങ്ങോട്ട് ഇരു ടീമുകളും ആക്രമണം നടത്തി ഗോളടിക്കാൻ ശ്രമിച്ചു. പ്രത്യേകിച്ച് ഇറാൻ ഈ കളി ജയിച്ചേ മതിയാകുമായിരുന്നുള്ളൂ. പക്ഷേ നടന്നില്ല. ഇറാൻ എത്ര ശ്രമിച്ചിട്ടും നടന്നില്ല. ഈജിപ്ത് പ്രതിരോധിച്ചു. ഈജിപ്തും തിരിച്ച് ആക്രമിച്ചു. ഇറാൻ അതുപോലെ തന്നെ പ്രതിരോധിച്ചു. എന്തായാലും ഈ ഗ്രൂപ്പിൽ ബെൽജിയവും ഈജിപ്തും ഇവർ രണ്ട് ടീമുകളാണ് നോക്കൗട്ട് കടന്നത്. രണ്ട് ടീമുകൾക്ക് 5 പോയിന്റ് വീതമാണുള്ളത്. ഇറാന് 3 പോയിന്റ്. അവർ പുറത്തായി. ഒപ്പം ന്യൂസിലാൻഡും പുറത്തായി. ന്യൂസിലാൻഡ് നേരത്തെ ബെൽജിയത്തിനോട് 1-5 ഗോളുകൾക്ക് തോറ്റിരുന്നു. അപ്പോൾ ഈ ഗ്രൂപ്പിൽ നിന്ന് ബെൽജിയവും ഈജിപ്തും നോക്കൗട്ട് കടക്കുന്നു. ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടം തന്നെയാണ്. കാരണം മുഹമ്മദ് സലാ ക്യാപ്റ്റനായ ആ ടീം നോക്കൗട്ടിലേക്ക് കടക്കുക, മുന്നേറുക എന്ന്, പ്രത്യേകിച്ച് ഇറാനും ന്യൂസിലാൻഡും ഉണ്ടായിരുന്ന ഗ്രൂപ്പിൽ. കാരണം ഈ 3 ടീം ഏതാണ്ട് ഒരുപോലെയുള്ള ടീമാണ്. ബെൽജിയം കുറച്ച് മുകളിലുള്ള ടീമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബെൽജിയം വന്നു. ബെൽജിയം പ്രതീക്ഷിച്ചിരുന്നു നമ്മൾ. പക്ഷേ ഈ 3 ടീമിൽ ആര് വരുമെന്ന പ്രവചനാതീതമായിരുന്നു. അതിൽ ഈജിപ്ത് വന്നിരിക്കുന്നു. എന്തായാലും ഈജിപ്ത് നോക്കൗട്ട് കളിക്കും.